ഹായ് ഓൾ. ഇന്നൊരു അറബിക് റൈസ് ആയാലോ? ഒരു വെറൈറ്റി അറബിക് റൈസ് ആട്ടോ ഇത്. അപ്പോൾ ഞാൻ ഒരു കുക്കറിൽ തന്നെയാണ് ഈ റൈസ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഉണ്ടാക്കുന്നതും റൈസ് വേവിക്കുന്നതും എല്ലാം ഈ ഒരൊറ്റ കുക്കർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചു, 3 സ്പൂൺ നെയ്യ് ഉപയോഗിച്ചു. വേറെ ഓയിലും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു 3 സ്പൂൺ നെയ്യിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അധികം ഫാറ്റ് ആവാത്ത നല്ലൊരു കുക്കർ അറബിക് റൈസാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ ഓൾ സ്പൈസസ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നമ്മളെ റൈസിനനുസരിച്ച് സ്പൈസസൊക്കെ ചേർത്ത് കൊടുക്കുക. 3 ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തത്, ചെറിയ നൈസായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആവണ്ട. വളരെ എളുപ്പത്തിൽ വളരെ ഈസിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് പെട്ടെന്ന് ഒരു 10-20-25 മിനിറ്റ് കൊണ്ടുള്ളിൽ നമുക്ക് ഈ അറബിക് റൈസ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനൊരു 1-1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വഴറ്റാനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു ക്യാരറ്റ്. അപ്പോൾ അതൊരു ഹെൽത്തി ഫുഡ് ആയതുകൊണ്ട്, റൈസ് ആയതുകൊണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ക്യാരറ്റ് ആഡ് ചെയ്യാം, ബീൻസ് ആഡ് ചെയ്യാം, ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അങ്ങനെ നമ്മളിലുള്ളത് എന്താണോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് അപ്പോൾ ഞാനൊരു ക്യാരറ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ക്യാപ്സിക്കം ഇതേപോലെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പീസ് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും നന്നായിട്ട് ക്രീം പോലെ അരച്ചിട്ട് തന്നെ ഞാൻ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ആ സ്പൈസസും എല്ലാം കൂടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ അതിനൊന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ 4 കപ്പ് അരിയാണ് എൻ്റെ മെഷർ കപ്പ് ഇതാണ്. അപ്പോൾ 4 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കുക. അരിയുടെ പശ നന്നായി പോകണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റൈസും കറക്റ്റ് അളവിൽ വേവിക്കുമ്പോൾ, വെള്ളം കറക്റ്റ് അളവിൽ വേവിക്കുമ്പോൾ പശ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകി തിരുമ്പി തന്നെ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 1 അവർ സോക്ക് ചെയ്യാൻ വെക്കുക. 1-1.5 മണിക്കൂർ വെച്ചാൽ അരി നല്ല സോഫ്റ്റായി കിട്ടും. നല്ല ബസ്മതി റൈസാണ് ഇത്, ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. നല്ല പശ കംപ്ലീറ്റ് കളയുന്ന രീതിയിൽ കഴുകി വൃത്തിയാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിളെല്ലാം അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഏകദേശ രൂപം, വെജിറ്റബിൾസ് ആയതിൻ്റെ. അപ്പോൾ അതിൽ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാൻ 6 പീസ് ചിക്കനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 മാഗി ക്യൂബ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കീറിയിട്ടിട്ടൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്തിക്കണം. നന്നായി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് ഇതേപോലെ നമ്മളെ കൈ കൊണ്ട് ഒരു പിടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ 1.5 സ്പൂണ് അറബിക് മസാലയാണ്. ഇത് ഞാൻ തന്നെ വീട്ടിൽ നന്നായി വറുത്ത് പൊടിച്ച പൊടിയാണ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി അത് കാണുക. നല്ല അടിപൊളി അറബിക് മസാലയാണ്. ഇപ്പോൾ ഏത് തരം നമ്മൾ അറബിക് റൈസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ആഡ് ചെയ്താൽ അടിപൊളിയാണ്. 2 ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ റൈസ് എത്രയാണോ ഉള്ളത് ആ റൈസിനനുസരിച്ച് വെള്ളം കൊടുക്കണം. അപ്പോൾ ഞാൻ ഇട്ട ഈ 4 കപ്പ് അരിക്ക് ഞാൻ 5 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ. അതിന് കാരണം ചിക്കൻ നമ്മൾ ഡയറക്റ്റ് അതിലിട്ട് കൊടുത്തിരിക്കല്ലേ. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളം കൂടി മതി നമുക്ക് ഈ റൈസ് വെന്ത് കിട്ടാൻ. അപ്പോൾ കുക്കർ അടച്ചിട്ട് നന്നായിട്ട് വിസിൽ വിളിക്കാൻ വയ്ക്കാം. ഒരൊറ്റ വിസിൽ മതി ഇത് വെന്ത് കിട്ടാൻ. കൂടുതൽ വിസിൽ അടുപ്പിച്ചാൽ ചിക്കൻ ഒരുപാട് വെന്ത് പോവും. പിന്നെ റൈസ് വേവിക്കുമ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ചിക്കൻ വെന്തതിന് ശേഷം ഞാൻ ആ ചിക്കൻ എല്ലാം ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് മാറ്റണമെന്നില്ല, നിങ്ങൾക്കത് മാറ്റി വെച്ചിട്ട് റൈസ് പിന്നെ അതിലിട്ടിട്ട് റൈസിൻ്റെ മേലെ അത് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഞാൻ ചെയ്തത് അതല്ല. ഇവിടെ ഒന്നും കൂടി ഇഷ്ടം ആ ചിക്കനെ ഒന്നും കൂടി എടുത്ത് ഒന്ന് ജസ്റ്റ് എയർ ഫ്രൈ ആക്കിയിട്ട് റൈസിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതുപോലെ പുഴുങ്ങിയിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റി ജസ്റ്റ് ഒരു ലേശം വിനെഗറും ഉപ്പും ഒക്കെ മുളകും പൊടിയൊക്കെ ഇട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് എയർ ഫ്രൈയിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് കഴിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചിട്ട്
ഒരു വിസിൽ വിളിപ്പിക്കുക. എന്നിട്ട് വിളിപ്പിച്ചതിന് ശേഷം എന്താണ് അതിൻ്റെ പാകം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് അപ്പോൾ അതിൻ്റെ പാകം. ഒരൊറ്റ വിസിൽ വിളിച്ചിട്ടുള്ള വെള്ളമൊക്കെ കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഏത് റൈസ് എടുക്കുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾ വെള്ളം എടുക്കുക. ഇപ്പോൾ ഞാൻ 4 കപ്പിന് 5 കപ്പ് വെള്ളമാണ്. കാരണം ചിക്കൻ ഞാൻ പുഴുങ്ങിയ കാരണം അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ നിങ്ങളൊക്കെ അതിനനുസരിച്ച് ചെയ്യുക. ഇനി ലാസ്റ്റ് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ആദ്യം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചിക്കൻ ഞാൻ അതിൽ നിന്ന് എടുത്തു മാറ്റി എയർ ഫ്രൈയിൽ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.